എല്ലാവർക്കും അഭിശ്രീ ഹോം വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെള്ളീച്ച ശല്യത്തിനുള്ള പരിഹാരമായിട്ടാണ്. എനിക്ക് 3 കറിവേപ്പുണ്ട്. 3 എണ്ണത്തിലും ഭയങ്കര വെള്ളീച്ചയാണ്. ആ വെള്ളീച്ച ശല്യം കാരണം ഞാൻ അതിൻ്റെ ഈ മണ്ടഭാഗം ഞാൻ വെട്ടിക്കളഞ്ഞു. അപ്പം ഇതിനെ നമ്മൾ ആദ്യമേ വെർട്ടിസീലിയം 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയില്ല എങ്കിൽ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചാൽ ഇമിഡാക്ലോപ്രൈഡ് ട്രോപ്പിക്കൽ മാജിക് ആഗ്രോഡയാണ്. ഇതാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 3 ml മിക്സ് ചെയ്താണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. ഞാൻ ഈ അടപ്പിലാണ് 3 ml എടുത്തിട്ടുള്ളത്. അത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ ഇല മഞ്ഞളിപ്പ്, പുഴു, വെള്ളീച്ച ശല്യം ഇതിനൊക്കെ നല്ലൊരു പരിഹാരമാണ്. ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, നല്ല റിസൾട്ട് കിട്ടും. അപ്പം തന്നെ വെള്ളീച്ച പറക്കും. ഞാൻ 3 കറിവേപ്പിനും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പിൻ്റെ അടുത്തായിട്ടാണ് ഞാൻ വഴുതന വെച്ചേക്കുന്നത്. അതുകൊണ്ട് അതിനും കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ചുവട്ടിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആട്ടും കഷ്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡോളോമേറ്റ് മണ്ണിൻ്റെ പുളിപ്പ് മാറാനായിട്ട് ഡോളോമേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇച്ചിരി ചാരവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ചുവട്ടിൽ ഇച്ചിരി നമുക്ക് കടലപ്പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും പുളിപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കപ്പിന് 1 കപ്പ് കടലപ്പിണ്ണാക്കാണ് ഞാൻ എടുത്തത്, പുളിപ്പിച്ചെടുത്തത്. അപ്പം അതിന് 3 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്തിട്ടുണ്ട്. 1 കപ്പ് പുളിപ്പിച്ച വെള്ളത്തിന് 3 കപ്പ് പച്ചവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചൂട്ടിലിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കരിയിലയിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇച്ചിരി പച്ചയിലയുണ്ട്, കരിയിലയുണ്ട്, അതിൻ്റെ ചൂട്ടിലിട്ട് കൊടുക്കാം. ഈർപ്പം നിൽക്കട്ടെ, ഒത്തിരി ഉണ്ടോ കുറേശ്ശെ മതി. അതിൻ്റെ ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ കറിവേപ്പിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ചുവട്ടിൽ ഇച്ചിരി 2-3 മുളക് തൈയുണ്ട്. അതുകൊണ്ട് ഇതിൽ ഈ മണ്ണ് ഇളക്കാനൊന്നും പറ്റത്തില്ല. മാത്രമല്ല ഈ മണ്ണ് ഇളക്കമുള്ള മണ്ണാണ്. അതുകൊണ്ട് ഇത് മണ്ണ് ഇങ്ങനെ ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.